ഇരട്ട തീരുവ പിൻവലിക്കുമെന്ന് ഒരു സൂചനയും നൽകാതെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയുണ്ടാക്കി. ഒരു അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ. സോന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. സോന, കഴിഞ്ഞ ദിവസം ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ ഇട്ടത് നമ്മൾ കണ്ടു. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഈ തീരുവയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല, അതേപോലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. എന്താണ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? കാളിദാസ്, തീർച്ചയായും ഇന്ത്യയുമായുള്ള നല്ല ബന്ധം കൊണ്ടുപോകാനായിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത്. നമുക്ക് ഒരാഴ്ചയായി കാണാൻ സാധിക്കുന്നതാണ്. 2 തവണ ഇതുപോലെ തന്നെ ട്രംപ് സോഷ്യൽ മീഡിയ ആയ ട്രൂത്ത് സോഷ്യൽ എന്ന സമൂഹ മാധ്യമത്തിലാണ് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നത്. ട്രംപ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഇതിനോട് തന്നെ അല്പസമയത്തിനകം തന്നെ മോദി പ്രതികരിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു അഭിവൃദ്ധിക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി ആ സമയത്ത് തിരിച്ച് പ്രതികരിച്ചിരുന്നത്. എന്തായാലും ആ സമയത്ത് തന്നെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ട്രംപ് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ കൂടിക്കാഴ്ച നടക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭാഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ഇരട്ടത്തീരുവ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഇരട്ടത്തീരുവ വിഷയം ഒട്ടും എളുപ്പമായിരുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാനെന്നാണ് ട്രംപ് പറയുന്നത്. ആ ഒരു ഇരട്ടത്തീരുവ വിഷയത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇന്ത്യയുമായി തനിക്കൊരു ഭിന്നത ഉണ്ടായതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇത് തുറന്നു സമ്മതിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യക്കും മറ്റും 25% തീരുവ ആദ്യം ചുമത്തി, പിന്നെ അത് 50% പിന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും 100% തീരുവ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ട്രംപ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് നാൾക്ക് ശേഷമാണ്, ഒരാഴ്ചയായിട്ട് ശേഷം പിന്നെയും ഇന്ത്യയുമായി ഒരു കൂട്ടുകൂടാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനായി ട്രംപ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ ചുമത്തിയതോ പിൻവലിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യമായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ ആ കാര്യത്തിലൊരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യത്തിൽ ട്രംപ് ഇപ്പോഴും മൗനം തുടരുകയാണ്. കാളിദാസ്. ശരി, സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യക്ക് ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരു അഭിമുഖത്തിൽ ട്രംപിൻ്റെ വെളിപ്പെടുത്തലടക്കം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനൊരു സൂചന അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എന്താണ് എന്നുള്ളത് ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇരട്ട തീരുവ പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഇന്ത്യ വലിയൊരു സുഹൃത്തായി തന്നെ അമേരിക്ക കാണുന്നു എന്നുള്ളതും കൂടിയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മോദിയുമായി അടുത്ത ബന്ധമാണെന്നുള്ളതുമുണ്ട്. അതിന് കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇരട്ട തീരുവ എന്താകും? ഇന്ത്യയുടെ മേൽ ഇപ്പോഴും ഇരട്ട തീരുവയുണ്ടോ? അത് എപ്പോഴത്തേക്ക് പിൻവലിക്കും? ഒന്നതിനെക്കുറിച്ച് ഒരു തീരുമാനവും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചില്ല, വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.